ടെഹ്റാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സയനിസ്റ്റ് ഭരണകൂടം പദ്ധതിയിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളും സുരക്ഷിതമായിരിക്കില്ലെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇസ്ഫഹാൻ പ്രദേശത്തെ ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം തങ്ങൾ മുൻകൂട്ടി കണ്ടുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് ഹഖ്തലബിന്റെ വാക്കുകൾ. ഇസ്രായേലിനെതിരെ ടെഹ്റാൻ വിക്ഷേപിച്ച മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ആശങ്ക ശക്തമായ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം സയനിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്ഫഹാനിലെ ആക്രമണത്തിന് തിരിച്ചടി ഉറപ്പാണെന്ന് ഒരുപക്ഷെ സയനിസ്റ്റുകൾക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. കാരണം ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തിയതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ചുമതലയുള്ള ഹഖ്തലബും പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയാൽ തന്റെ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തം പരിഷ്കരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഹഖ്തലബ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ഇറാന്റെ വാദം. പക്ഷേ ഇസ്രായേലിന്റെ നെറികേടുകൾ ആവർത്തിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതൊക്കെ പുറത്തെടുക്കേണ്ടി വരുമെന്ന ശക്തമായ സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇറാന്റെ പ്രത്യാക്രമണത്തിന് പ്രതികരണം എന്ന നിലയ്ക്കാണ് ഇസ്രായേലിന്റെ ഇസ്ഫഹാൻ ആക്രമണമെന്ന് അനുമാനിക്കാം. പക്ഷേ ഇസ്രായേലിന് ആ ആക്രമണത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാൻ നേതൃത്വം. ഇസ്രായേൽ രാഷ്ട്രം സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇറാനിലെ ആണവ ഗവേഷണ കേന്ദ്രം ലക്ഷ്യമാക്കി ഇസ്രായേൽ പ്രവർത്തിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സംയമനം പാലിക്കാൻ അദ്ദേഹം ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സംയമനം പാലിക്കാനുള്ള ലോകരാഷ്ട്രങ്ങളുടെയും രാഷ്ട്ര തലവന്മാരുടെയും ഉപദേശങ്ങളെയൊന്നും വകവയ്ക്കാതെയാണ് ഇസ്രായേൽ നേതൃത്വം ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനെതിരെയും തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയെന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും. ഇസ്രായേൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കും സൗകര്യങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ പ്രതികരണത്തെ നേരിടും. ഹഖ്തലബിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IRNA ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആണവ പദ്ധതിയുടെ തുടർച്ചയായ വിപുലീകരണം സൈനിക ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് US-ഉം മറ്റ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ അറിയപ്പെടുന്ന ആണവ സൈറ്റുകളിൽ ഭൂരിഭാഗവും രാജ്യത്തിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ തുറമുഖ നഗരമായ ബുഷറിൽ ഇറാന് ആണവ നിലയമുണ്ട്. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഹഖ്തലബിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദമാക്കി കഴിഞ്ഞു. ഇസ്രായേലിന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്ന് പരക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സയനിസ്റ്റ് നേതൃത്വം അത് തുറന്നു സമ്മതിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മരുഭൂമി നഗരമായ ഡിമോണയ്ക്ക് സമീപം ഇസ്രായേലിന് ഒരു ആണവ ഗവേഷണ കേന്ദ്രമുണ്ട്. ഇറാൻ വീണ്ടും തിരിച്ചടിച്ചാൽ ഇസ്രായേലിന് പ്രതിരോധിക്കാനാവുമോ എന്ന് കണ്ടറിയണം. Way2Nikah.com, the exclusive Muslim matrimonial site.